What are different ways in which we can actually express our love to God? Number one is to say thank you. ദൈവത്തിൻ്റെ അടുത്ത് ഏതൊരു കാര്യം ചെയ്താലും താങ്ക് യു ജീസസ്, ഞാനിവിടെ അക്നോളജ് ചെയ്യുന്നു നീ എൻ്റെ പ്രസൻസിനെ എന്നുള്ള ഒരു വേർബൽ സേയിങ്ങും കൂടെയാണ് താങ്ക് യു എന്നുള്ള ഒരു വാക്ക്. രണ്ടാമതായിട്ട് ടു ഹെൽപ്പ് സമ്മൺ. നമുക്ക് ഇഷ്ടമുള്ള ഒരാളാകണമെന്നില്ല. ചിലപ്പോൾ ഒരു കംപ്ലീറ്റ് സ്ട്രേഞ്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ അടുക്കളയിൽ ജോലി ചെയ്യുന്ന നമ്മുടെ സ്വന്തം അമ്മയായിരിക്കാം. ഈ വ്യക്തികൾക്ക് നമ്മൾ സഹായം അങ്ങോട്ടേക്ക് ഓഫർ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ഒരു ക്യാരക്ടർ നമ്മളിലൂടെ വന്ന് ചേരുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് ഹീ ഈസ് എ ഹെൽപ്പിംഗ് ഗോഡ്. ഓക്കെ, നമ്പർ 3 ഈസ് ഹം എ വർഷിപ്പ്. നമുക്ക് ഇഷ്ടമുള്ള ഒരു വർഷിപ്പ് സോങ് ദൈവത്തിന് വേണ്ടിയിട്ട് പാടുക എന്നുള്ളതാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് പാട്ട് ഇതാണ്. നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ, എൻ്റെ ഗീതം പോലെയല്ലേ എൻ പിതാവേ എൻ യഹോവേ. കാരണം നമ്മളൊരു എറ്റേണൽ ലൈഫിലേക്ക് ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം വർഷിപ്പാണ്. ദൈവത്തിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുള്ളൊരു കാര്യമാണ്. അപ്പം നമുക്ക് ഇവിടുന്നേ നമുക്കത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം അല്ലേ? ഓക്കെ, ഇനിയും നാലാമതായിട്ട് ഇസ് ടു റീഡ് എ വേഴ്സ് എവറി ഡേ ആൻഡ് ടു മെഡിറ്റേറ്റ് ഓൺ ഇറ്റ്. ദൈവത്തിൻ്റെ വചനം ഒരു പാസേജായിട്ട് വായിച്ച് പോയി പുസ്തകം മടക്കി വെക്കുന്നതല്ല, ബട്ട് നമ്മളെ ഏറ്റവും കൂടുതൽ ആ ദിവസം നമ്മളോട് സംസാരിക്കുന്ന വചനം ഏതാണോ ആ വചനം നമ്മൾ ഒരു ദിവസം മുഴുവനും അവനെ ധ്യാനിക്കുക. ആ വചനത്തിന് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു എക്സ്പാൻഷൻ തന്നെ പരിശുദ്ധ ആത്മാവ് നമുക്ക് തന്ന് നമ്മളെ പഠിപ്പിക്കും. ഇത് ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മളിൽ വസിക്കുന്നു. ആ വസിക്കുന്ന വചനം നമ്മളും അവനുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കൂട്ടാനേ പോകുന്നുള്ളൂ. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ളത് ഇസ് ടു സേ ദാറ്റ് ഐ ഫൊർഗിവ് യു. ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു. ചിലപ്പം നമ്മളുടെ ഒരു ഫൊർഗിവ്നെസ് ഡിസേർവ് ചെയ്യാത്ത ഒരാളായിരിക്കും, നമ്മളെ ഒത്തിരി ഹേർട്ട് ചെയ്ത ഒരാളായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം ആ ദിവസം നമ്മളെ അപ്സെറ്റ് ആക്കിയ ഒരു വ്യക്തിയായിരിക്കാം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് ഒന്നുകൂടെ എക്സ്പ്രസ് ചെയ്യാണ് ഗോഡ് ഐ ലവ് യു. പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു ടൈം മാത്രമല്ല ദൈവത്തിനെ നമുക്ക് സ്നേഹിക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്നത്. ബാക്കി എല്ലാ നേരങ്ങളിലും നമുക്ക് ഡെയിലി ആക്ടിവിറ്റീസിലൂടെയും ദൈവത്തിനെ നമുക്ക് സ്തുതിക്കാം, ദൈവത്തിന് നമുക്ക് സ്നേഹം എക്സ്പ്രസ് ചെയ്യാം. വാട്ട് ആർ ഡിഫറെൻറ്റ് വേസ് ഇൻ വിച്ച് വി ക്യാൻ ആക്ച്വലി എക്സ്പ്രസ് അവർ ലവ് ടു ഗോഡ്? നമ്പർ 1 ഈസ് ടു സേ താങ്ക് യു. ദൈവത്തിൻ്റെ അടുത്ത് ഏതൊരു കാര്യം ചെയ്താലും താങ്ക് യു ജീസസ്, ഞാനിവിടെ അക്നോളജ് ചെയ്യുന്നു നീ എൻ്റെ പ്രസൻസിനെ എന്നുള്ള ഒരു വേർബൽ സേയിങ്ങും കൂടെയാണ് താങ്ക് യു എന്നുള്ള ഒരു വാക്ക്. രണ്ടാമതായിട്ട് ടു ഹെൽപ്പ് സമ്മൺ. നമുക്ക് ഇഷ്ടമുള്ള ഒരാളാകണമെന്നില്ല. ചിലപ്പോൾ ഒരു കംപ്ലീറ്റ് സ്ട്രേഞ്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ